വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ലെൻസസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫുൾ ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റ് ലിങ്ക് ഉണ്ട്. ആ പ്ലേലിസ്റ്റ് ലിങ്ക് വഴി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പോയിട്ട് ക്ലാസ് കാണാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം കുറേ സമയമൊക്കെ എടുത്തിട്ടാണ് ഈ ചോദ്യപേപ്പറൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ വർഷത്തെ അതായത് നിങ്ങൾ തൊട്ട് മുന്നത്തെ ബാച്ചിൻ്റെ 10ാം ക്ലാസ്സുകാർക്ക് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ പറയുന്ന ചാപ്റ്ററിൽ ലെൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചോദ്യങ്ങളാണ് നമ്മളിന്ന് കൂടുതലും എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി CBSEക്കാർക്കും ഇത് വരുന്നുണ്ട്, പക്ഷേ ആ ചോദ്യങ്ങൾ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല, കാരണം അത് കുറച്ചുകൂടി പാടായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് CBSE ചോദ്യങ്ങളൂടെ ചെയ്യാം. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് എനിക്ക് തോന്നുന്നു ചോദ്യങ്ങളുടെ നിലവാരം കുറച്ചുകൂടെ കൂടാനാണ് സാധ്യത. ഇത്രയും ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും സിമ്പിൾ ചോദ്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഭാഗത്ത് നിന്ന് മുന്നേ വന്നിട്ടുള്ളത്. പക്ഷേ ഇനി അത്രത്തോളം സിമ്പിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഇതെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. PDF കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതിയാവും. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ് കാണുക. ഓക്കെ, അല്ല പരീക്ഷയുടെ തലേദിവസം ഇരുന്ന് ഈ ക്ലാസ് കണ്ടതുകൊണ്ട് ഞാനിവിടെ പോയിന്റുകൾ ഒരുപാടൊന്നും വിശദീകരിക്കാൻ നിൽക്കത്തില്ല. സോ പഠിച്ചിട്ട് കാണുക. തുടങ്ങാമല്ലോ. ഒന്നാമത്തെ ചോദ്യം നോക്കി. ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ് ഓഫ് എ ലെൻസ്. ഒരു ലെൻസിൻ്റെ ഈ പറയുന്ന ടേംസ് ഒക്കെ ഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഒപ്റ്റിക് സെൻറ്റർ നിങ്ങൾക്കറിയാം അല്ലേ, 2 ടൈപ്പ് ലെൻസ് ഉണ്ട്. ഈ കാണുന്ന ലെൻസാണ് കോൺവെക്സ്, ഈ കാണുന്ന ലെൻസാണ് കോൺകേവ്. ഏത് ലെൻസും ആയിക്കോട്ടെ, അതിൻ്റെ നടുക്കത്തെ മിഡ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒപ്റ്റിക് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. അല്ല എന്ത് വിളിക്കുന്നത്, ഒപ്റ്റിക് സെൻറ്റർ O എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒപ്റ്റിക് സെൻറ്റർ എന്താണ്? ദ മിഡ് പോയിന്റ് ഓഫ് എ ലെൻസ് ഈസ് കോൾഡ് ഒപ്റ്റിക് സെൻറ്റർ. സെൻറ്റർ ഓഫ് കർവേച്ചർ, അല്ല എന്താണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലെൻസ് പാർട്ടായിരിക്കുന്ന ഒരു സർക്കിളുണ്ട്, അല്ല ലെൻസിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു സർക്കിളുണ്ട്. ആ സർക്കിളിന് എന്തുണ്ടാകും, ഒരു സെൻറ്റർ ഉണ്ടാകും. ആ സെൻറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. സെൻറ്റർ ഓഫ് ദ സ്പിയർ ഓഫ് വിച്ച് ദ ലെൻസ് ഈസ് എ പാർട്ട് എന്ന് നമുക്ക് പറയാം. കോൺകേവിനുണ്ട് കോൺവെക്സിനുണ്ട്. C1 C2 എന്ന് 2 എണ്ണമാണ് നമുക്ക് സാധാരണ ഉള്ളത്. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വെച്ചാൽ എന്താണ് നോക്കടാ. ഈ പറയുന്ന സെൻറ്റർ ഓഫ് കർവേച്ചറുള്ള ചേർത്ത് നമ്മൾ ലൈൻ വരച്ച ലൈനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒപ്റ്റിക്കൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ആക്സിസിന് അടുത്തുകൂടെ ഒപ്റ്റിക്കൽ ആക്സിസിന് പാരലായിട്ട് ഒപ്റ്റിക്കൽ ആക്സിസിന് പാരലായിട്ട് പോകുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് ചെയ്യും, ഒരു പോയിന്റ് കൂടെ കടന്നു പോകും. ആ പോകുന്ന പോയിന്റാണ് എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് അല്ലേ. ദ റേസ് ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ പഠിക്കാനുള്ള പേര് പ്രിൻസിപ്പൽ ആക്സിസ് എന്നല്ല, ഒപ്റ്റിക്കൽ ആക്സിസ് എന്നാണ്. ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് ചെയ്യും, കൺവേർജ് ടു എ പോയിന്റ് അല്ലേ, ഒരു പോയിന്റിലേക്ക് വന്ന് ചേരുന്നു. ആ ചേരുന്ന പോയിന്റിനാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആക്സിസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് എന്ന് വിളിക്കുന്നത്. അടുത്ത ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ്. ഒരു കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് എന്ന് വെച്ചാൽ എന്താ, അപ്പോൾ ഇതാണ് ഒരു കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് അല്ലേ. ആ ലെൻസ് എന്താ, ഈ പോകുന്ന ലൈനാണ്, ഇതാണ് ഒപ്റ്റിക് സെൻറ്റർ. ഇവിടെ ആയിട്ടൊരു സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടാകും. ലൈറ്റ് റേസ് പാരലായിട്ട് പോയിട്ട് ഡൈവേർജ് ചെയ്ത് പോകും. നമ്മളതിൻ്റെ പുറകിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഫോക്കസ് കിട്ടും. ഈ ഫോക്കസ് തൊട്ട് അല്ലേ, ഈ കാണുന്ന ഫോക്കസ് തൊട്ട് ഒപ്റ്റിക് സെൻറ്റർ വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ എഫ് അഥവാ ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്ത് പറയാം, ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക് സെൻറ്റർ ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലേ. ഒപ്റ്റിക് സെൻറ്റർ തൊട്ട് പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ഈ ദൂരത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. സിമ്പിൾ ചോദ്യമാണ്, അത്യാവശ്യം പഠിച്ച ആർക്കും ഇത് എഴുതാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം നോക്കി. എന്താ ചോദ്യത്തിൽ പറയുന്നത്, ദ ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ് ഈസ് ഇൻവേർട്ടഡ് ആൻഡ് ഡിമിനിഷ്ഡ്. ദ ഒബ്ജക്റ്റ് മസ്റ്റ് ബി പ്ലേസ്ഡ് അറ്റ് വെയർ, അറ്റ് 2F ആണോ, ബിയോണ്ട് 2F ആണോ, ബിറ്റ്വീൻ F ആൻഡ് 2F ആണോ, അറ്റ് F ആണോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ ഡയഗ്രാംസ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം ബൈ ഹാർട്ട് ആയിരിക്കും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു കോൺവെക്സ് ലെൻസിലുണ്ടായ ഇമേജ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആണ്. സോ വലതുവശത്താണ് നമുക്കറിയാം. ഡിമിനിഷ്ഡ് ആണ്, ഇതൊരൊറ്റ കണ്ടീഷനെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലേ. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ, ഇതൊരു ഒപ്റ്റിക്കൽ ആക്സിസ് ആണെങ്കിൽ, ഇവിടെയാണ് നമ്മുടെ ഫോക്കസ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ ഇരിക്കുന്നതാണ് 2F അല്ലേ. ഇവിടെ അതുപോലെ ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വലതുവശത്താണ് എന്ത് 2F ഉള്ളത്. അപ്പോൾ എവിടെയാണ് നമുക്കത് ഇവിടെയായിട്ടൊരു ഡിമിനിഷ്ഡ് ഇമേജ് കിട്ടിയത്, നമ്മൾ ബിയോണ്ട് 2F ഒബ്ജക്റ്റിനെ വെച്ചപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഈ പറയുന്ന അല്ലേ ഈ പോയിന്റ് നമുക്കൊരു ഡിമിനിഷ്ഡ് ഇമേജ് കിട്ടിയത് അല്ലേ. അപ്പോൾ ഡിമിനിഷ്ഡ് ഇമേജ് കിട്ടിയ കണ്ടീഷൻ ബിയോണ്ട് 2F ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഡയഗ്രാംസ് അത്രയും നല്ല രീതിയിൽ കാണാതെ ഓർമ്മയുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്, ഇഫ് ദ ഇമേജ് ഫോംഡ് ഫ്രം എ കോൺവെക്സ് ലെൻസ് ഈസ് ഇറക്റ്റ് ആൻഡ് എൻലാർജ് അല്ലേ. ഒരു കോൺവെക്സ് ലെൻസിലുണ്ടായ ഇമേജ് എന്ന് പറയുന്നത് ഇറക്റ്റും ആണ് എൻലാർജ്ഡും ആണ്.
കോൺവെക്സ് ലെൻസാണ്. ആലോചിക്കണേ, ഒരു കോൺവെക്സ് ലെൻസാണ്. അതിലുണ്ടായ ഇമേജ് ഇറക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകണം എന്താണ്, നമുക്ക് വെർച്വൽ കണ്ടീഷനിലെ ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ നമ്മൾ പഠിച്ച കേസിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഒരു ഇറക്റ്റ് ഇമേജ് കിട്ടിയത്. അപ്പോൾ ഇമേജ് എവിടെയായിരിക്കും ഫോം ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണോ, ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്? നമ്മളറിയാം സൈൻ കൺവെൻഷൻ അനുസരിച്ച് നമ്മൾ എപ്പോഴും ഒബ്ജക്റ്റിനെ വയ്ക്കുന്നത് ഇടതുവശത്താണ് അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റിന് ഇടതുവശത്തായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ എവിടെയായിരിക്കും ഒബ്ജക്റ്റിനെ വെച്ചിട്ടുണ്ടാവുക, നമ്മൾ ഫോക്കസിനും ഒപ്റ്റിക് സെൻറ്ററിനും ഇടയിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഇവിടെയായിട്ട് ഒരു എൻലാർജ്ഡും വെർച്വലുമായ ഇമേജ് കിട്ടിയത്. അപ്പോൾ ഒബ്ജക്റ്റ് ഇരുന്ന അതേ വശത്ത് തന്നെ അല്ലേ നമുക്ക് ഇമേജ് കിട്ടിയത്. സോ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റിലാണ് നമുക്ക് ഇമേജ് കിട്ടിയത്. റൈറ്റ് എനി വൺ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ഇമേജ് ഫോർമേഷൻ. ഇങ്ങനത്തെ ഇമേജ് ഫോർമേഷൻ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ സിമ്പിൾ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ്റെ ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Write any two characteristics of the image formed by a convex lens when the object is placed in the following positions. അതായത് ഒബ്ജക്റ്റ് നമ്മൾ ഇൻഫിനിറ്റി വെച്ചപ്പോൾ ഉണ്ടായ ഇമേജ് എങ്ങനെയാണ് ആലോചിച്ച് നോക്കി. ഒബ്ജക്റ്റിന് ഇൻഫിനിറ്റി വെച്ചപ്പോൾ നമുക്ക് ഇമേജ് എവിടെയാണ് കിട്ടിയത്, നമുക്ക് ഇമേജ് എല്ലാം കൂടെ കിട്ടിയത് ഈ ഒരു ഒറ്റ പോയിന്റ് ആയിട്ടുള്ള ഫോക്കസിലാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, ഒരു സ്മോൾ ഇമേജ് കിട്ടി അല്ലെ, ഒരു സ്മോൾ ഇമേജ് കിട്ടി. ആ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതെപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. അതെവിടെയാണ് കിട്ടിയത്, ഫോക്കസിലായിരിക്കും കിട്ടിയത്, അറ്റ് എഫിലായിരിക്കും കിട്ടിയത്. അടുത്ത് ബിറ്റ്വീൻ എഫ് ആൻഡ് 2F നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചു. നമ്മളെവിടെ ഒബ്ജക്റ്റിനെ വെച്ചു, ബിറ്റ്വീൻ എഫ് ആൻഡ് 2F അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഈ റേ ഡയഗ്രംസ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. എഫിനും 2Fനും ഇടയിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഈ പറയുന്ന എഫിനും 2Fനും വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്ന എവിടെയായിരിക്കും, 2F കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ, ബിയോണ്ട് 2F ആയിരിക്കും നമുക്ക് ഇമേജ് കിട്ടുന്നത് അല്ലേ. എവിടെയായിരിക്കും കിട്ടുന്നത്, ബിയോണ്ട് 2Fലായിരിക്കും നമുക്ക് ഇമേജിനെ കിട്ടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കടാം. ഒബ്സർവ് ദ റേ ഡയഗ്രാം. ഇനി ഒരു ചോദ്യം വരുന്നുണ്ടോ അതിനകത്ത്, ഇല്ലല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഒബ്സർവ് ദ റേ ഡയഗ്രാം ഗിവൺ ബിലോ. റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് ടു ഗെറ്റ് ദ ഇമേജ്. ഇത് റീഡ്രോ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കിയേ, 2Fൻ്റെ ഇപ്പുറത്തായിരിക്കുന്നത്, അതായത് ബിയോണ്ട് 2F ആയിരിക്കുന്നത് ഒരു റേ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി പോകും. ഒന്നെന്ത് പറ്റും, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകും. അതെന്ത് പറ്റും, അത് ഫോക്കസിൽ കൂടെ കടന്നു പോകും. രണ്ടും കൂടെ ഈ പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യും. നമുക്ക് എവിടെ ഇമേജ് കിട്ടും, ബിറ്റ്വീൻ എഫ് ആൻഡ് 2Fൽ നമുക്ക് എന്ത് കിട്ടും, നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ഇമേജ് കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്ത് ഈ ഇമേജിൻ്റെ ക്യാരക്ടർ എന്തായിരിക്കും, അത് റിയൽ ഇമേജ് ആയിരിക്കും അല്ലേ. അതെങ്ങനെ, റിയൽ ഇമേജ് എപ്പോഴും എന്തായിരിക്കും, തലകുത്തനെ അല്ലെ, ഇൻവേർട്ടഡ് ആയിരിക്കും. ഒബ്ജക്റ്റിനെക്കാളും എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും. നമ്മൾ എന്ത് പറയും, ഡിമിനിഷ്ഡ് എന്ന് പറയും. എന്ത് പറയും, ഡിമിനിഷ്ഡ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. റേ ഡയഗ്രം ഇവിടെ കിടപ്പുണ്ട് കണ്ടോ, ബിറ്റ്വീൻ എഫ് ആൻഡ് 2F നമുക്ക് ഇമേജ് കിട്ടും. അടുത്ത ദ മിഡ് പോയിന്റ് ഓഫ് എ ലെൻസ് ഈസ് നോൺ എസ്. ഒരു ലെൻസിൻ്റെ മിഡ് പോയിന്റിന് അറിയപ്പെടുന്ന പേരെന്താണ്, ഒപ്റ്റിക് സെൻറ്റർ എന്നാണ്. സിമ്പിൾ ചോദ്യം. അനലൈസ് ദ ഫിഗർ. വീണ്ടും ബിറ്റ്വീൻ എഫ് ആൻഡ് 2F ആണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചേക്കുന്നത്. ഇമേജ് എവിടെ കിട്ടും, കോപ്പി ദ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ടു ഷോ ദ ഇമേജ് ഫോർമേഷൻ. ഞാൻ ഇപ്പോൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇവിടെ വെച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്യാം അല്ലേ. ഒന്ന് നേരെ പോകുന്നു, ഒന്ന് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോകുന്നു. ഒന്ന് നേരെ പോകുന്നു, ഒന്ന് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോകുന്നു. രണ്ടും കൂടെ വന്ന് കൂട്ടിമുട്ടുന്ന എവിടെയായിരിക്കും, 2F കഴിഞ്ഞിട്ടുള്ളൊരു പോയിന്റിലായിരിക്കും അല്ലേ. ഇവിടെ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ഇമേജ് കിട്ടുന്നത്. ഇത് കിട്ടുന്നത്, ഇമേജ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യമായി. റൈറ്റ് എനി ടു ഫീച്ചേഴ്സ്. എന്തൊക്കെയായിരിക്കും, ഇതൊരു റിയൽ ഇമേജ് ആയിരിക്കും, അത് ഒബ്ജക്റ്റിനേക്കാളും വലുതായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എൻലാർജ്ഡ് എന്ന് പറയാൻ പറ്റും. റിയൽ ഇമേജുകൾ എപ്പോഴും എന്തായിരിക്കും ഇവിടെ, എപ്പോഴും അതെന്തായിരിക്കും, അത് ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ ആണ്. വേർ മസ്റ്റ് ദ ഒബ്ജക്റ്റ് ബി പ്ലേസ്ഡ് ടു ഗെറ്റ് എ റിയൽ ഇമേജ് ഓഫ് ദ സെയിം സൈസ് ഓഫ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലേ. ഒബ്ജക്റ്റിൻ്റെ അതേ വലിപ്പമുള്ള ഇമേജ് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെയായിരിക്കണം വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം. നിങ്ങൾക്കറിയാം അല്ലേ, നമ്മൾ ഒറ്റ കേസേ പഠിച്ചിട്ടുള്ളൂ. 2Fലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വയ്ക്കുന്നതെങ്കിൽ ഇമേജ് കിട്ടുന്നത് ഇവിടെ തന്നെ ആയിരിക്കും, 2Fൽ ആയിരിക്കും അല്ലേ. 2Fൽ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് കിട്ടുന്നത് ഇവിടെ തന്നെ ആയിരിക്കും, ആ ഇമേജ് കിട്ടുന്നത് ഇവിടെ തന്നെ ആയിരിക്കും, 2Fൽ ആയിരിക്കും. സെറ്റാണ്. അടുത്ത ചോദ്യം ഇതാണ് അതിൻ്റെ കറക്റ്റ് ഫിഗർ എന്ന് പറയുന്നു. അറ്റ് 2Fൽ വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ അതേ വലിപ്പമുള്ള ഇമേജ് നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം നോക്കിയേ. An object is placed at a distance of 15 cm from a lens of focal length 10 cm. Which type of lens is used here? നോക്കടാ, പറഞ്ഞിരിക്കുന്നത് എന്താണ്, ലെൻസ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. ഏതൊരു ലെൻസ് ഉണ്ട്, അതിൽ നിന്നും 15 cm മാറി നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ആ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 10 cm ആണ്. അവിടെയാണ് നമ്മുടെ ക്ലൂ ഇരിക്കുന്നത്. പ്ലസ് 10 cm ആണ്. അപ്പോൾ നമുക്കറിയാം ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെക്സിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് വലതുവശത്ത് വരുന്ന ഫോക്കൽ ലെങ്ത്. കോൺകേവിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് വരുന്ന എവിടെയാണ്, ഇടതുവശത്താണ്.
നമുക്കറിയാം ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് വലത്തോടുള്ള മെഷർമെൻറ്റുകളാണ് പോസിറ്റീവ് മെഷർമെൻറ്റുകൾ. സോ ഈ പറയുന്ന ഒപ്റ്റിക് സെൻറ്ററിൽ ഇവിടെ ഇരിക്കുന്ന ലെൻസ് എന്ന് പറയുന്ന ഒരു കോൺവെക്സ് ലെൻസ് ആകണം. എങ്കിൽ മാത്രമേ അവിടെ നിന്നും 10 സെൻറ്റിമീറ്റർ മാറി നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? ഫോക്കസ് കിട്ടുകയുള്ളൂ. സോ ഇവിടെ ഏത് ടൈപ്പ് ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം അത് ഏതാണ്, അത് കോൺവെക്സ് ആണ്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ സഹായിക്കുന്ന ക്ലൂ ആണ് ഈ പ്ലസ്. സോ സൈൻ കൺവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. കാൽക്കുലേറ്റ് ദ ഇമേജ് ഡിസ്റ്റൻസ്. നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാനുള്ളത്. നമ്മുടെ ഇവിടുത്തെ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? യു എന്ന് വെച്ച് കഴിഞ്ഞാൽ യു -15 സെൻറ്റിമീറ്റർ. എഫ് എത്രയാണ്? ഫോക്കൽ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ +10 സെൻറ്റിമീറ്റർ. നമ്മുടെ ഫോർമുല എന്തുവാണ്? ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്തുവാണ്? ഇമേജ് ഡിസ്റ്റൻസ് വി ആണ്. നമുക്കറിയാം ഫോർമുല എന്തുവാണ്? 1/f = 1/v മൈനസ് എന്താണ്? 1/u ആണ്. 1/v - 1/u ആണ്. അപ്പോൾ അതൊന്ന് 1/f എത്രയാണ്? 10 = 1/v മൈനസ് 1/u എത്രയാണ്? u -15 സെൻറ്റിമീറ്റർ. ഒന്ന് ചെയ്ത് നോക്കി എന്താ കിട്ടുന്നത്? നമുക്ക് 1/v വേണം, ഇപ്പുറത്തുള്ളതിന് അപ്പുറത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/10 മൈനസ് 1/5 അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 1/-15 = 1/v എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് 1/v എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? നോക്കിയേ, -15 + 10 എത്രയാണ്? -150 എന്ന് വരും. അതിൽ നിന്ന് v എന്ന് വെച്ചാൽ എത്രയായിരിക്കും? -150 / 15 നിന്ന് 10 പോയി കഴിഞ്ഞാൽ -5 ആയിരിക്കും വരുന്നത്. അതിൽ നിന്ന് v എത്രയായിരിക്കും? 5 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം 15. സോ എത്ര കിട്ടും നമുക്ക് ആൻസർ? മൈനസും വെട്ടിപ്പോവും. നമുക്ക് ആൻസർ എത്ര കിട്ടും? 30 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? 30 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 30 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, നേച്ചർ എന്തായിരിക്കും? ഇവിടുന്ന് 30 സെൻറ്റിമീറ്റർ മാറിയാണ് നമുക്ക് എന്തിനെ കിട്ടുന്നത്? ഇമേജിനെ കിട്ടുന്നത്. സോ അതൊരു റിയൽ ഇമേജ് ആയിരിക്കും. അത് ഇൻവേർട്ടഡ് ആയിരിക്കും. അത് ഒബ്ജക്റ്റിനേക്കാളും എന്തായിരിക്കും? വലുത് ആയിരിക്കും. ഓക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡ്രോ ദ റേ ഡയഗ്രം ഓഫ് ദ ഇമേജ് ഫോംഡ് വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് 2f ഓഫ് എ കോൺവെക്സ് ലെൻസ്. 2f വെച്ചാൽ നമുക്ക് തന്നെ അറിയാം 2f തന്നെയായിരിക്കും ഇമേജ് കിട്ടുന്നത്. തൊട്ട് മുമ്പ് ഞാനത് വരച്ച് കാണിച്ചു തന്നു. അതുകൊണ്ട് വീണ്ടും വരയ്ക്കാൻ നിൽക്കുന്നില്ല. ഇവിടെ ഒരു ചോദ്യം നോക്കി. ഒബ്സർവ് ദ ഫിഗർ. ഒരു കോൺകേവ് ലെൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫോക്കൽ ലെങ്ത് 30 എന്ന് വന്നിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് 15 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. റൈറ്റ് ദ വാല്യൂസ് ഓഫ് u ആൻഡ് f ബൈ യൂസിങ് സൈൻ കൺവെൻഷൻ. അല്ലേ, നമുക്കറിയാം സൈൻ കൺവെൻഷൻ അനുസരിച്ച് u എന്ന് പറഞ്ഞാൽ ഇടതുവശത്താണ്. അത് എത്ര ദൂരത്തിലാണ്? അത് 45 സെൻറ്റിമീറ്ററിലാണ്. സോ -45 സെൻറ്റിമീറ്റർ ആണ് u എന്ന് പറയുന്നത്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നതും ഇടതുവശത്താണ്. സോ മൈനസ് ആണ്. എത്രയാണത്? 30 സെൻറ്റിമീറ്റർ എന്ന് വരും. സോ -45 അതുപോലെ തന്നെ എന്താണ്? -30 ഉത്തരം. ഓക്കെ, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ ലെൻസ്. ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതായത് 1/v കണ്ടുപിടിക്കണം. ഫോർമുലയിൽ മാറ്റമൊന്നുമില്ല. 1/f = 1/v മൈനസ് 1/u. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1/-30 = 1/v മൈനസ് 1/-45. നമുക്ക് വേണ്ടത് v ആണ്. ഇത്രയും ആൾക്കാർ ഇപ്പുറത്ത് കൊണ്ടുപോകണം. എന്ത് കിട്ടും? 1/-30 മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും. 1/-45 = 1/v എന്ന് കിട്ടും. തിരിച്ചെഴുതുന്നു. 1/v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/-30 പ്ലസ് 1/-45 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -45 പ്ലസ് -30 ഡിവൈഡഡ് ബൈ -30 ഇൻറ്റു -45 എന്ന് വരും. സോ -45 മൈനസ് ആവും അല്ലേ? അപ്പോൾ -45 ഈ പ്ലസ് മൈനസും കൂടെ മൈനസ് ആവും. -30 ബൈ എന്താണ്? -30 ഇൻറ്റു -45 എന്ന് വരും. അപ്പോൾ നോക്കി, -45 -30 40 50 60 70 എത്ര വരും? -75 എന്ന് വരും. ബൈ -30 ഇൻറ്റു 45 ആണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, നോക്കിയേ, 45 ഇൻറ്റു 30 ചെയ്ത് കഴിഞ്ഞാൽ 0 0 പോവും. 3 പ്രാവശ്യം 15 ആണ്. ബാക്കി 1 1 4 2 4 3 12 1 13 അപ്പോൾ എത്ര? 1350 എന്ന് വരും. ഇത് വരും 1350 എന്ന് വരും. സോ 1350 2 മൈനസ് ആണ്. സോ ആൻസറിൽ എന്തായിരിക്കും? മൈനസ് ഉണ്ടാവത്തില്ല. സോ അതിൽ നിന്ന് നമുക്ക് v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? റെസിപ്രോക്കൽ എടുക്കണം. 1350 ഡിവൈഡഡ് ബൈ -75 എന്ന് വരും. സോ അതിൽ നിന്ന് v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും?
മുകളിലും 0 ആണ്, അവസാനം 5 ആണ്. അപ്പോൾ എന്തായാലും ഇത് വെട്ടിപ്പോകുമ്പോൾ നമുക്ക് ഉത്തരം -18 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? -18 സെൻറ്റിമീറ്റർ നമ്മുടെ ഉത്തരമായിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചോദ്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാമല്ലോ. അപ്പോൾ ഈ പ്രോബ്ലമൊക്കെ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു കോൺവെക്സ് ലെൻസിൽ നിന്നും 40 സെൻറ്റിമീറ്റർ അകലെ ഒരു വസ്തു വെച്ചപ്പോൾ പ്രതിബിംബം മറുഭാഗത്ത് അതേ അകലത്തിൽ ലഭിച്ചു. അതായത് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ നിന്നും 40 സെൻറ്റിമീറ്റർ മാറിയിട്ട് ഒരു ഒബ്ജക്റ്റ് വെച്ചപ്പോഴത്തേക്കും എന്ത് കിട്ടി? 40 സെൻറ്റിമീറ്റർ മാറി എനിക്കൊരു ഇമേജ് കിട്ടി. അതായത് ഇത് 2Fലായിരുന്നു വെച്ചത്, അതുകൊണ്ട് തന്നെയല്ലേ ഇവിടെ 2Fൽ കിട്ടിയത്. ശരി, പ്രതിബിംബത്തിൻ്റെ രണ്ട് പ്രത്യേകതകൾ എന്തായിരിക്കും? സെയിം സൈസ് ആയിരിക്കും അല്ലേ? എന്തായിരിക്കും? അത് സെയിം സൈസ് ആയിരിക്കും. അതെന്തായിരിക്കും? റിയൽ ആയിരിക്കും. അതെന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. തന്നിരിക്കുന്ന ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എത്രയായിരിക്കും? നോക്കടാ, 2F എന്ന് പറയുന്നത് 40 ആണെങ്കിൽ ഫോക്കസ് അതിൻ്റെ പകുതിയല്ലേ. സോ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 ആയിരിക്കും. സെറ്റ്. കാരണം ഇതൊക്കെ സിമ്പിൾ സാധനമായിട്ട് കിട്ടും, പക്ഷേ നമ്മൾ ഉപയോഗിക്കണം ബുദ്ധി. അടുത്ത ചോദ്യം നോക്കടാ. അടുത്ത ചോദ്യത്തിൽ എന്താ പറയുന്നത്? ഒബ്സർവ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് OB. അപ്പോൾ OB എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ മുമ്പിലാണ് അതിരിക്കുന്നത്. ഡ്രോ ദ റേ ഡയഗ്രാം ഓഫ് ദ ഇമേജ് ഫോർമേഷൻ ആൻഡ് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ബിറ്റ്വീൻ 2F ആൻഡ് F. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതാണ് അല്ലേ? ബിറ്റ്വീൻ 2F ആൻഡ് F ആണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഇമേജ് ഉണ്ടാകുന്ന എവിടെയായിരിക്കും? ബിയോണ്ട് 2Fലായിരിക്കും. ഈ സാധനം കിട്ടി. ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. റിയൽ, ഇൻവേർട്ടഡ്, എൻലാർജ്ഡ്. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദ ലെൻസ് ഇഫ് ദ ഫോക്കൽ ലെങ്ത് ഈസ് 50 സെൻറ്റിമീറ്റർ. പവർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. പവർ നമുക്കറിയാം, പവറിൻ്റെ ഫോർമുല എന്തുവാണ്? 1/F ആണ്. പക്ഷേ F എടുക്കേണ്ടത് എന്തിലായിരിക്കണം? മീറ്ററിലായിരിക്കണം. സോ 50 സെൻറ്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മീറ്ററാണ്? അത് 50/100 മീറ്റർ ആണ്. 0 വെട്ടിപ്പോയി 10 വരുമ്പോഴത്തേക്ക്, അഥവാ 0.5 മീറ്ററാണ് അവിടുത്തെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് പവർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1/0.5 എടുത്താൽ മതി. 1/0.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/5/10 എന്നാണ്. റെസിപ്രോക്കൽ പോകുമ്പോൾ 10/5 എന്ന് വരും. അതെത്രയാണ്? 2 ഡയോപ്റ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? 2 ഡയോപ്റ്റർ എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ആൻസർ കിട്ടുന്നത് എത്രയായിരിക്കും? 2 ഡയോപ്റ്റർ ആയിരിക്കും. ഓക്കെ, ഇവിടെ ആൻസർ. ഓക്കെ, കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദ ലെൻസ് എത്രയാണ്? 2 ഡയോപ്റ്റർ ആയിരിക്കും. ശരി, അടുത്ത ചോദ്യം നോക്കിയേ. അക്കോർഡിംഗ് ടു ദ ന്യൂ സൈൻ കൺവെൻഷൻ ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ്. അക്കോർഡിംഗ് ടു ദ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും എന്നാണ്. അപ്പോൾ ഇതാണ് കോൺകേവ് ലെൻസ്. അതിൻ്റെ ഫോക്കസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇടതുവശത്തായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ട് എടുക്കുന്ന മെഷർമെൻറ്റ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. സോ ഉത്തരം എന്താണ്? നെഗറ്റീവ് ആണ്. അടുത്ത റേ ഡയഗ്രാം റിലേറ്റഡ് ടു ഇമേജ് ഫോർമേഷൻ ഈസ് ഗിവൺ ബിലോ. ശരി, കോപ്പി ആൻഡ് കംപ്ലീറ്റ് ബിറ്റ്വീൻ 2F ആൻഡ് F. ഇപ്പം ചെയ്ത സാധനം അല്ലേ? ക്യാരക്ടർ ഇത് ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കടാ, നമുക്കറിയാം ബിറ്റ്വീൻ 2F ആൻഡ് F ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഉണ്ടാകുന്ന ബിയോണ്ട് 2F ആയിരിക്കും. ഇമേജ് ഒബ്ജക്റ്റിനെക്കാളും എൻലാർജ്ഡ് ആയിരിക്കും. ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റാണ്. ഇവിടെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് വലുതും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ചെറുതുമായിരിക്കും. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായാലും ഉത്തരം ഒന്നിനേക്കാളും വലുതായിരിക്കും കിട്ടുന്നത്. സോ ഗ്രേറ്റർ ദാൻ 1 ആണ് ഉത്തരം അല്ലേ? മാഗ്നിഫിക്കേഷൻ ഞാൻ പഠിപ്പിച്ചു ഇങ്ങനെ വരച്ച് പറഞ്ഞു ഒന്ന് ഓർമ്മയുണ്ടോ? ഒന്നിനേക്കാളും വലുതാണെങ്കിൽ അതെന്തായിരിക്കും? എൻലാർജ്ഡ് ഇമേജ് ആണെങ്കിൽ ഒന്നിനേക്കാളും വലുത്. സെയിം സൈസ് ഇമേജ് ആണെങ്കിൽ അത് ഒന്നിന് ഈക്വൽ. ഡിമിനിഷ്ഡ് ഇമേജ് ആണെങ്കിൽ അത് ഒന്നിനേക്കാളും മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? ചെറുത് ആയിരിക്കും. അടുത്ത ഡ്രോ ദ റേ ഡയഗ്രാം ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ് അല്ലേ? ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ഒരു ഐ പീസ് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ഇവിടെ ആയിരിക്കും ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. വരുന്നു, എന്ത് ചെയ്യുന്നു? ഈ ഇമേജ് ഇവിടെ ഫോം ചെയ്യുന്നു. ഈ ഇമേജ് എന്ന് പറയുന്നത് ഈ ലെൻസിൻ്റെ ഫോക്കസിനകത്തായിരിക്കും. സോ എന്ത് പറ്റും? ഇവിടെ നിന്ന് വരുന്ന റൈസ് തട്ടി ഇങ്ങനെ പോവും, ഡൈവേർജ് ചെയ്ത് പോവും. ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻലാർജ്ഡ് ഇമേജ് കിട്ടും. സോ ഇതാണ് റേ ഡയഗ്രാം. ഇത്രയും ബാക്കി പോയിന്റുകൾ ഇല്ലെങ്കിൽ മിനിമം ഇത്രയെങ്കിലും വരയ്ക്കണം. ഒരു ലൈൻ വരയ്ക്കുക, ഒരു ഐ പീസ് വരയ്ക്കുക, ഒരു ഒബ്ജക്റ്റീവ് വരയ്ക്കുക, ഒരു ഐ പീസ് വരയ്ക്കുക. അടുത്താണ് ഒബ്ജക്റ്റ്. ഇത് വന്ന് എന്ത് ചെയ്യും? ഇവിടെ കൂടിച്ചേരും. ഈ ഇരിക്കുന്ന പോയിന്റ് ഇതിൻ്റെ ഫോക്കസിൻ്റെ അകത്തായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് ഒന്ന് കാണിച്ചോളണം. അപ്പോൾ ഇവിടുന്ന് വരുന്ന ലൈറ്റ് റേസ് എന്ത് പറ്റും? ഡൈവേർജ് ചെയ്ത് പോകും. ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ആയിട്ട് ഇമേജ് കിട്ടും. വരയ്ക്കാൻ പഠിക്കണം. മൈക്രോസ്കോപ്പിനെ ടെലസ്കോപ്പിൻ്റെ ഫിഗർ പഠിച്ചിരിക്കണം. നോക്കണം, given figure shows a compound microscope with 2 lenses PQ and RS. Find the objective of the lens.
ഇതിലേതാണ് ഒബ്ജക്റ്റീവ്? ഇതാണ് ഒബ്ജക്റ്റീവ്, ഇതാണ് ഐ പീസ് അല്ലേ. പി ക്യു എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റീവ്, ആർ എസ് എന്ന് പറയുന്നതാണ് ഐ പീസ്. അത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്തിനെ കാണിക്കുന്നു? അത് മാഗ്നിഫിക്കേഷനാണ് കാണിക്കുന്നത്. അത് സിമ്പിൾ ചോദ്യം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് പവർ ഓഫ് എ ലെൻസ്? എന്താണ് പവർ ഓഫ് എ ലെൻസ്? ദ എബിലിറ്റി ഓഫ് എ ലെൻസ് ടു കൺവേർജ് ഓർ ഡൈവേർജ് റേസ് അല്ലേ. ഒരു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അത് എത്രത്തോളം നന്നായിട്ട് കൺവേർജ് ചെയ്യും, ഒരു കോൺകേവ് ആണെങ്കിൽ അത് എത്രത്തോളം നന്നായിട്ട് ഡൈവേർജ് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പവർ എത്ര? നമുക്കറിയാം, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്ക്, ഏത് ലെൻസാണ്? കോൺവെക്സ് ആണ്. അപ്പോൾ പ്ലസ് തന്നെ, മാറ്റമൊന്നുമില്ല അല്ലേ. അടുത്ത് ഇതിന് നമുക്ക് മീറ്ററിലോട്ട് മാറ്റണം. 10 സെൻറ്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10/100 മീറ്റർ ആണ്. അപ്പോൾ എന്ത് പറ്റും? 0.1 മീറ്റർ ആണ് ഫോക്കൽ ലെങ്ത്. പവർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് 1 ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/0.1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/0.1. നമുക്ക് 1/10 എന്ന് എടുക്കാം. അപ്പോൾ 10 മോളിൽ പോകുന്നൊക്കെ എന്ത് കിട്ടും? 10/1 എന്ന് കിട്ടും. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 ഡയോപ്റ്റർ ആയിരിക്കും. സോ 10 ഡയോപ്റ്റർ ആണ് നമ്മുടെ ഉത്തരം. സോ ഓക്കെ. സോ അടുത്ത ചോദ്യം നോക്കാം. 2 lenses A and B having a focal length 20 cm and -10 cm. What is the nature of the lens A and B? ഒരു ലെൻസ് ഉണ്ട്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നെ പ്ലസ് ആണ്. അപ്പോൾ എന്തായിരിക്കും? എ എന്ന് പറയുന്നത് പ്ലസ് ആണെങ്കിൽ അതൊരു കോൺവെക്സ് ലെൻസ് ആയിരിക്കണം. ബിയുടെ ഫോക്കൽ ലെങ്ത് മൈനസ് ആണ്, അപ്പോൾ ഇടതുവശത്താണ്. സോ അതെന്തായിരിക്കും? അതൊരു കോൺകേവ് ലെൻസ് ആയിരിക്കും അല്ലേ. ആലോചിച്ച് നോക്കി, വലതുവശത്ത് ഇങ്ങനെ വരുമ്പോഴല്ലേ പ്ലസ് ആവുള്ളൂ, അപ്പോൾ ഇത് കോൺവെക്സ്. ഇടതുവശത്ത് വരുമ്പോഴല്ലേ നെഗറ്റീവ് ആവുള്ളൂ, സോ അത് കോൺകേവ്. വാട്ട് ഈസ് ദ പവർ ഓഫ് എ ആൻഡ് ബി? പവർ കണ്ടുപിടിക്കാനാണ്. സെൻറ്റിമീറ്റർ. എന്ത് ചെയ്യണം നമ്മൾ? സെയിം പരിപാടി തന്നെ അല്ലേ. 1 പവർ ഇസ് ഈക്വൽ ടു 1/20/100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.2 എന്ന് കിട്ടും, അഥവാ 2/10 എന്ന് കിട്ടും. സോ എത്ര വരും? 10/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 5 ഡയോപ്റ്റർ അല്ലേ. ഒന്നാമത്തെ ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് 5 ഡയോപ്റ്റർ. രണ്ടാമത്തെ പവർ എന്തായിരിക്കും? പി ഇസ് ഈക്വൽ ടു 1/10 ആണ്. അപ്പോൾ 0.1 അല്ലേ. അപ്പോൾ പി ഇസ് ഈക്വൽ ടു 10/1. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡയോപ്റ്റർ എന്ന് വരും. സോ 10 ഡയോപ്റ്റർ. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. സിമ്പിൾ ചോദ്യങ്ങളല്ല. ഒരു അല്പമെങ്കിലും പഠിച്ചൊരു കുട്ടിക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. പിന്നെ കൺഫ്യൂഷൻ വരുന്നത് ഈ ചോദ്യം വായിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നതാണ്. അത് പ്രാക്ടീസിലൂടെ കിട്ടും. അത് ജന്മനാ കിട്ടുന്നവരുണ്ടായിരിക്കും, എങ്കിൽ സാധാരണക്കാരൻ അത് എന്ത് ചെയ്യാൻ പറ്റും? പ്രാക്ടീസിലൂടെ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതുപോലെ ചോദ്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി എന്ത് ചെയ്യാം? ഇതുപോലത്തെ ചോദ്യങ്ങൾ ആഡ് ചെയ്യാം. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.